നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. കാക്കേ നോക്കി നോക്ക് നോക്ക് ദേ നോക്ക്. ആ ആ ഇത് കഴിക്കൂ. ദേ ആരാ വരണേന്ന് നോക്കി. ആരാ അത്? അമ്മ രാവിലെ പോസ്റ്ററുമായിട്ട് പോയതാണല്ലോ. എവിടെയായിരുന്നു ഇതുവരെ? പോസ്റ്ററേ അമ്പലത്തിൽ കൊണ്ടുപോയി ഒന്ന് പൂജിച്ചു. പിന്നെ വേണ്ടപ്പെട്ട പലരെയും കണ്ട് അനുപമയ്ക്ക് വേണ്ടി വോട്ട് ഉറപ്പിച്ചു. അതുകൊള്ളാം. സ്ഥാനാർത്ഥി ഇതുവരെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല. അമ്മ പ്രചരണം തുടങ്ങിയല്ലേ? പിന്നെയല്ലാതെ. എടി, അനുപമയെ ജയിപ്പിക്കേണ്ടത് എന്റെ കടമയാ. അവളെങ്ങാനും തോറ്റാലേ നിന്റെ ഭർത്താവ് അടക്കമുള്ളവര് അതിന്റെ പേരിലും എന്നെ പരിഹസിക്കാൻ തുടങ്ങില്ലേ? അതെ, അമ്മ ശ്യാമേട്ടനോട് നിലവിളക്ക് കെട്ട് കരിന്തിരിയാവൂന്നൊക്കെ പറയുന്നത് കേട്ടപ്പോ ഞാനൊന്ന് പേടിച്ചു കേട്ടോ. പോസ്റ്റർ ഇറങ്ങിയ ശേഷം ഏട്ടത്തിയോട് അമ്മയ്ക്ക് ദേഷ്യമൊന്നുമില്ലല്ലോ. കൂടെ നിൽക്കാൻ തന്നെയാണല്ലോ തീരുമാനം. പിന്നല്ലാതെ. അതിലാർക്കും ഒരു സംശയവും വേണ്ട. ഞാനും അനുവും കൂടി നാളെ തന്നെ പ്രചരണത്തിന് ഇറങ്ങാൻ പോവാ. എന്റെ മരുമകളെ ഞാൻ ഈ വാർഡിൽ ജയിപ്പിച്ചെടുത്തിരിക്കും. ചക്കരമുത്തേ, ഇവിടെ ആരെയും കാണുന്നില്ലല്ലോ. അനുവും പ്രതിഭയൊന്നും ഇല്ലടി. പ്രതിഭയും സത്യേട്ടനും കൂടെ ഡോക്ടറെ കാണാൻ പോയിരിക്കും. 3 മണിക്ക് എന്തോ ആണ് അപ്പോയിന്റ്മെന്റ്. അപ്പൊ അനു അല്ല, ഇന്ദ്രൻ ഊണ് കഴിക്കാൻ വന്നിട്ട് പോയില്ലേ? അവന്റെ ചെരുപ്പ് പുറത്ത് കിടക്കുന്നു. ഇന്ദ്രേട്ടൻ കിടക്കാണെന്ന് തോന്നുന്നു. ഓ, ഞാൻ മോൾക്ക് ആഹാരം എടുത്തു വരുമ്പോ അനുചേച്ചി കിച്ചണിലേക്ക് പോകുന്നുണ്ട്. അമ്മ ഊണൊന്നും കഴിച്ചില്ലല്ലോ. അമ്മ കഴിക്കേ. ഏട്ടത്തി വിളമ്പി. വിശപ്പില്ലടി. ഞാൻ പോയിടത്തുനിന്നൊക്കെ ഏതാണ്ടൊക്കെ കഴിച്ചു. പിന്നെ ഇപ്പൊ ഒരു ചായ കുടിക്കാൻ തോന്നുന്നുണ്ട്. അത് ഞാൻ അനുപമയോട് പറഞ്ഞ് വെപ്പിച്ചോളാം. നീ കുഞ്ഞിന് ഭക്ഷണം കൊടുക്ക്. പോയിട്ട് വരടാ പൊന്നേ ചുച്ചു. അമ്മ എത്തിയോ? ഓ, എവിടെയൊക്കെ പോയി? പോസ്റ്റർ എല്ലാരും കാണിച്ചോ? ഒരുവിധപ്പെട്ടവരെ ഒക്കെ കാണിച്ചു. എല്ലാവർക്കും വലിയ ഇഷ്ടമായിരിക്കുക. നീ ജയിക്കുമെന്ന് തന്നെയാ കണ്ടവരൊക്കെ പറഞ്ഞത്. അമ്മ എനിക്ക് വേണ്ടി ഇപ്പോഴേ കഷ്ടപ്പെടാൻ തുടങ്ങിയ ഇലക്ഷൻ കഴിയുമ്പോഴേക്കും ക്ഷീണിച്ചു പോവല്ലോ. ഞാൻ ക്ഷീണിച്ചാലും നീ ഒന്ന് ജയിച്ചാ മതി. നിന്നെ പഞ്ചായത്ത് പ്രസിഡന്റ് ആക്കിയിട്ട് എനിക്കിനി വിശ്രമമുള്ളൂ. അതെ, ഫ്ലാസ്ക് ചായ ഉണ്ടാനു. ഒരു ചായ കുടിക്കാൻ തോന്നുന്നു. അമ്മ ഫ്ലാസ്കിൽ കാണത്തില്ല. ഉണ്ടെങ്കിൽ തന്നെ ഇപ്പൊ കുടിക്കാൻ കൊള്ളത്തില്ല. ഞാനേ അമ്മയ്ക്ക് നല്ലൊരു ചായ ഇട്ട് തരാം. ആദ്യേ ഞാൻ ഈ പാലൊന്ന് മുറിയിൽ കൊണ്ട് കൊടുത്തിട്ട് വരാം. ഇന്ദ്രേട്ട മോന് കൊടുത്തോളൂ. എന്നിട്ട് വേണ്ട, ഇന്ദ്രനെ ബുദ്ധിമുട്ടിക്കണ്ടാനു. അവൻ കിടന്നോട്ടെ. നീയേ മോന് പാല് കൊടുത്തിട്ട് സമാധാനത്തോടെ വന്ന് ചായ ഇട്ടാ മതി. തൽക്കാലം ഞാൻ കുറച്ച് വെള്ളം കുടിച്ചോളാം. ചെല്ലേ, ഇപ്പൊ വരാം. ആന്റി ഇന്നു മുതൽ ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാ, അനുപമയുടെ അശ്രദ്ധ കാരണം ചില അപകടങ്ങൾ വീട്ടിലുണ്ടാവുന്നു എന്ന് വരുത്തി തീർക്കണം.